മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ അറിയിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. സിൽവർ ലൈനായി വീണ്ടും ശ്രമം നടത്താനാണ് കേരളത്തിന്റെ നീക്കം. വിനീത വിജിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, അതോടൊപ്പം തന്നെ ഈ നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിനീത? ഉന്മേഷ്, ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി 2 കേന്ദ്രമന്ത്രിമാരുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിൽ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായാണ്. ഉച്ചയ്ക്ക് 12:30 അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കേരളത്തിന്റെ സിൽവർ ലൈൻ എന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ തന്നെ ഈ സിൽവർ ലൈൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ കേന്ദ്രവുമായൊക്കെ തന്നെ കേരളം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ വിജയിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും സമാനമായിട്ടുള്ള ഒരു നിർദ്ദേശവുമായി കേരളം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ സ്ഥലമെടുക്കൽ കുറച്ചുകൊണ്ട് ഒപ്പം തന്നെ ഈ ആകാശപാതയിലും ടണലിലൂടെയുമുള്ള ട്രാക്കിന് മുൻഗണന നൽകുക എന്നതാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. ഒരുപക്ഷെ അങ്ങനെ നമ്മൾ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സ്ഥലമെടുക്കൽ അത് നമുക്ക് വളരെ കൂടുതൽ കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നും സംസ്ഥാന സർക്കാർ കരുതുന്നുണ്ട്. ഏതാണെങ്കിലും ഇന്ന് ഈ സിൽവർ ലൈനുമായിട്ടുള്ള ചർച്ചയിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്താകും എന്നുള്ളത് ഏറ്റവും വലിയ നിർണായകമാവുന്ന ഒരു തീരുമാനം തന്നെയാകും. കാരണം ഒരുപക്ഷെ കേന്ദ്രവുമായി ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ അനുമതി നിഷേധിച്ചാൽ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയോടുകൂടി തന്നെ ഈ സിൽവർ ലൈൻ എന്ന കേരളത്തിന്റെ ഒരു ആവശ്യം അത് പൂർണ്ണമായും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയാവുന്നത് കേരളത്തിന്റെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. ദേശീയപാതയിലെ ഇപ്പോൾ നടക്കുന്ന പണികളടക്കം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യമായിരിക്കും സംസ്ഥാനം ഉന്നയിക്കുക. ഉന്മേഷ്, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.